ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അടപ്രഥമൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അടപ്രഥമന് വേണ്ടത് തേങ്ങാപ്പാലാണ്. പശുവും പാൽ വേണ്ട തേങ്ങാപ്പാൽ മതി. അപ്പോൾ ഞാനൊരു 600 ഗ്രാം അട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ 600 ഗ്രാം അടയ്ക്ക് 3 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇത് തേങ്ങാപ്പാൽ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എടുക്കണം. തേങ്ങയ്ക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് 1-ാം പാൽ കിട്ടും. പിന്നെ അരച്ച തേങ്ങയിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ 2-ാം പാൽ. അപ്പോൾ 1-ാം പാൽ ഒരു 250 ml, 2-ാം പാൽ 1/2 ലിറ്റർ, 3-ാം പാൽ ഒരു 1 ലിറ്റർ, അങ്ങനെ എടുത്താൽ മതി. അത്രയും വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. പിന്നെ അട പകുതി വേവിച്ച് വെക്കണം. ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം. അട പകുതി വേവിച്ചിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് ഉരുക്കിയ ശർക്കരയും പിന്നെ വേവിച്ച അട മാത്രം എടുക്കുക. വെള്ളം വേണ്ട. അടയിട്ട് നമ്മൾ വേവിക്കണം ഈ പാത്രത്തിൽ. അപ്പോൾ കുറച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ 3-ാം പാൽ നമ്മൾ ഈ ശർക്കരയിൽ പാനിയിലോട്ട് ഒഴിക്കണം. പിന്നെ ചവ്വരി ഉണ്ടെങ്കിൽ ചവ്വരി ഇട്ട് കൊടുക്കുക. ചവ്വരി പ്രത്യേകം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് കുറുകി വരും. നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശർക്കര ഇങ്ങനെ കുറുകി വരും. അപ്പോൾ 1-ാം പാൽ 3-ാം പാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുറുകി കഴിയുമ്പോൾ 2-ാം പാൽ ഒഴിക്കുക. പിന്നെ ഏകദേശം വെന്ത് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 3-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച് പിന്നെ അധികം വേവിക്കേണ്ട. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്തിടുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള അടപ്രഥമൻ ഉണ്ടാക്കാൻ. ഈ തേങ്ങാപ്പാൽ പിഴിയുന്ന പാടേ ഉള്ളൂ. അല്ലാതെ പിന്നെ ഇളക്കിയും കൊടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കാൻ ഭയങ്കര സാധ്യതയുള്ള സംഭവമാണ് ഈ അട. പിന്നെ അരിയടയും വാങ്ങിക്കുന്നത് നല്ലത്. മൈദയുടെയൊക്കെ അട കിട്ടും, അത് അത്ര നല്ലതല്ല. താങ്ക് യു.